ഹേ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഐ കിൽഡ് ആൻ അക്കാഡമി പ്ലെയർ ചാപ്റ്റർ 3 മലയാളം എക്സ്പ്ലനേഷൻ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. കോറിൻ ലൂക്ക്, ഇവിടെ നീ എന്താണ് ചെയ്യുന്നത്? കോറിൻ ചിന്തിക്കും. അവന് പാസ്റ്റിനെ കുറിച്ചുള്ള മെമ്മറീസ് ഒന്നുമില്ലേ? എന്തായാലും അതെനിക്ക് നല്ലതാണ്. ഹേ, നിന്റെ സോഡ അങ്ങനെ പിടിച്ചാൽ എൻ്റെ കൈക്ക് ഭയങ്കരമായി പരിക്ക് പറ്റും. പെട്ടെന്ന് അവൻ വീണ്ടും ആ പൗഡർ എടുത്ത് സീഹുവിന് മുഖത്തേക്ക് എറിഞ്ഞു. സീഹു കോറിന് നേരെ ഒരുപാട് അറ്റാക്ക് ചെയ്തു. മരിക്ക്! അവൻ അറ്റാക്ക് ചെയ്യാത്ത ബുദ്ധിമുട്ടാണ്, പക്ഷേ അവൻ എന്തായാലും വേഗതയുണ്ട്. അവൻ ആ അറ്റാക്കൊക്കെ ഒഴിഞ്ഞു മാറി. സീഹുവിൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റ്സ് എന്നെക്കാളും മികച്ചതാണ്. എനിക്ക് വേറൊരു വഴിയുമില്ലെന്ന് തോന്നുന്നു, പക്ഷേ കുറച്ച് റിസ്ക് എടുക്കണം. പെട്ടെന്ന് കോറിൻ ആ ബീസ്റ്റിൻ്റെ കൊമ്പ് ഉപയോഗിച്ച് സീഹുവിൻ്റെ നേരെ അറ്റാക്ക് ചെയ്തു. സീഹു അതെങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി. കോറിൻ ചിന്തിക്കും, ഇതെത്ര പ്രാവശ്യം നിൻ്റെ കഴുത്തിൽ തട്ടിയാൽ നീ മരിക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ? അല്ലേ? അതെ, അങ്ങനെ തന്നെ. നിൻ്റെ ഗാർഡ് നിലനിർത്തൂ. ആ കൊമ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യ്. പെട്ടെന്ന് ആ കൊമ്പ് സീഹുവിൻ്റെ ശരീരത്തിൻ്റെ തൊട്ടടുത്തെത്തി. അവയെല്ലാം നിനക്ക് കാണാൻ കഴിയുന്നതുവരെ. കോറിൻ ആ കൊമ്പ് ഉപയോഗിച്ച് അവൻ്റെ നേരെ ചാടി. സീഹു എങ്ങനെയൊക്കെയോ ആ സോഡ് ഉപയോഗിച്ച് ആ കൊമ്പ് തടയാൻ നോക്കുന്നുണ്ട്. അതാണ് എൻ്റെ സമയം. പെട്ടെന്ന് കോറിൻ അവൻ്റെ കയ്യിൽ മറച്ചു വെച്ച ആ കത്തി ഉപയോഗിച്ച് സീഹുവിൻ്റെ ഷോൾഡറിൽ കുത്തി. ആ വേദന കാരണം സീഹു അവിടെ കടന്നലർന്നു. അവൻ്റെ കണ്ണിൽ മരണത്തോടുള്ള ഭയം നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് കോറിൻ അവൻ്റെ കയ്യിലത്തെ കൊമ്പ് ഉയർത്തി. അവൻ സീഹുവിൻ്റെ നേരെ കൊമ്പ് കൊണ്ടുപോയി അവനെ കുത്തി. എന്നാൽ സീഹു കൈ ഉപയോഗിച്ച് ആ അറ്റാക്ക് തടഞ്ഞു. സീഹു അവന് പറ്റുന്ന പോലെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ കോറിൻ അവൻ്റെ രണ്ട് കൈയും ഉപയോഗിച്ച് ആ കൊമ്പ് സീഹുവിൻ്റെ ബോഡിയിലേക്ക് കുത്തി. കഴിഞ്ഞ ജീവിതത്തിൽ എന്നെ സഹായിച്ചതിന് നന്ദി. എല്ലാത്തിനും ഉപരി എന്നെ സ്ട്രോങ് ആക്കിയത് നീയാണ്. അത് ഞാൻ സമ്മതിക്കണം. എന്നിട്ടും എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. അവൻ സീഹുവിൻ്റെ ബോഡിയിൽ നിന്ന് ആ കൊമ്പ് ഊരിയെടുത്തു. ഞാൻ ഫൈനലി ഈ മോൺസ്റ്ററിനെ കൊല്ലാൻ കഴിഞ്ഞു. എറർ സംഭവിച്ചു. സീഹു പാർക്ക് പ്ലെയർ മരിച്ചിരിക്കുന്നു. പ്രധാന സാഹചര്യ വിജയ നിരക്ക് കണക്കാക്കുന്നു. പ്രൈം ഒപ്റ്റിമൽ തീരുമാനം. വേൾഡ് ബാക്കപ്പ് റെക്കമെൻഡ് ചെയ്യുന്നു. അൺഎക്സ്പെക്റ്റഡ് വേരിയബിൾ. കോറിൻ ലൂക്ക് അനലൈസിംഗ്. കോറിൻ ലൂക്ക് അനലൈസിംഗ് പൊട്ടൻഷ്യൽ, അനലൈസിംഗ് ഐഡിയോളജി, അനലൈസിംഗ് സൂട്ടബിലിറ്റി, അനലൈസിംഗ് ഗെയിം പ്ലേ ലോഗ് ഹിസ്റ്ററി. പ്ലെയറിൻ്റെ ഭാരം XP. കോറിൻ ലൂക്ക് ഹീറോയ്ക്ക് പകരമായി. സാഹചര്യ നാശമുണ്ടായാൽ കുറഞ്ഞ ബാക്കപ്പും കുറഞ്ഞ പിന്തുടർച്ചയും ആരംഭിക്കുക. സബ് പ്ലെയർ കോറിൻ ലൂക്കിൻ്റെ തുടർച്ചയ്ക്ക് തുടക്കം. കോറിൻ ലൂക്ക് AAA ക്ലാസ് നൈറ്റ്, കണ്ടിന്യൂഡ് സക്സസർ. സബ് പ്ലെയർ. കോറിൻ ചിന്തിക്കും, സബ് പ്ലെയറോ? അതിനർത്ഥം ഒടുവിൽ എനിക്ക് സ്റ്റാറ്റ് വിൻഡോകൾ കാണാൻ കഴിയുമെന്നാണോ? അവൻ ചുമയ്ക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഒറീഷ ആഡൻ. നിങ്ങൾ ഓക്കെയാണോ? അല്ല, ഞാൻ ഓക്കെ അല്ല. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. നിനക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നിനക്ക് തലകറക്കം വരുന്നു. നിനക്കൊന്നും സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല. നിൻ്റെ ചെവി അടഞ്ഞിരിക്കുന്നു, അല്ലേ? ആ, നിനക്കതെങ്ങനെ അറിയാം? കോറിൻ ചിന്തിക്കും. അവളുടെ വാക്കുകൾ അവൾ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നത് കാണുമ്പോൾ സീഹു അവളുടെ മേലെ പീക്കോക്ക് ഫ്രോഗ് പോയിസൺ ഉപയോഗിച്ചെന്ന് തോന്നുന്നു. കോമ്പിനേഷൻ വിൻഡോ ഇല്ലാതെ അത് ഉണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പോയിസൻ്റെ അളവ് കുറച്ചും കൂടി കൂടിയിരുന്നെങ്കിൽ അഴീഷ അപ്പം തന്നെ മരിച്ചേനെ. ദൈവത്തിന് നന്ദി. പക്ഷേ ഇപ്പോഴും എനിക്ക് റെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ കൊമ്പ് അവളിലുണ്ട്. എനിക്കിപ്പോൾ തന്നെ ബ്ലീഡിങ് നിർത്തി പോയിസൺ നിർവീര്യമാക്കണം. അവൻ അവൻ്റെ ബെൽറ്റ് ഊരി ആ ബെൽറ്റ് അവളുടെ ഷോൾഡറിലിട്ട് ടൈറ്റാക്കി വയ്ക്കുന്നു. ആ വേദന സഹിക്കാൻ പറ്റാണ്ട് അവൾ ഒച്ചയുണ്ടാക്കുന്നു. അവൻ അവളോട് പറയും, ഹേയ്, കുഴപ്പമില്ല. ബ്ലീഡിങ് നിർത്തുന്നതിലും പോയിസൺ നിർവീര്യമാക്കുന്നതിലും ഞാനൊരു എക്സ്പേർട്ടാണ്. അവൻ അവളെ നോക്കി ചിന്തിക്കും. അവൾ ആക്സിഡൻ്റലി അവളുടെ നാവ് കടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കട്ടെ, പകരം അവൾക്ക് കടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? അവൻ പെട്ടെന്ന് സീഹുവിൻ്റെ കൈ ശ്രദ്ധിക്കും. അവൻ സീഹുവിൻ്റെ കൈയെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു. ഇത് കടിച്ചു പിടിച്ചോ. ഇതൊരുപാട് വേദനിപ്പിക്കും. എത്ര കഠിനമായി വേണമെങ്കിലും കടിച്ചോ, ശരിയല്ലേ? അത് പറഞ്ഞ് അവൻ്റെ ഷർട്ട് അവൻ ഊരി. 3 വർഷം മുമ്പ് എന്തിനാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മെയിൻ പ്ലെയറിനെ കൊല്ലാൻ കഴിഞ്ഞു. അത് പറഞ്ഞ് അവൻ അവളുടെ ഉള്ളിൽ നിന്ന് ആ കൊമ്പ് വലിച്ചൂരി. പിന്നെ കഴിഞ്ഞ ജീവിതത്തിൽ മരിച്ചൊരാളെ രക്ഷിച്ചു. അതെടുത്തതിന് ശേഷം അവനവിടെ ഇരിക്കുന്നു. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഞാൻ ഒരാളെ രക്ഷിച്ചു, അത്രയേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവൻ അവൻ്റെ വസ്ത്രം ഉപയോഗിച്ച് ആ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പാക്കി. പക്ഷേ അവൾക്കിപ്പോൾ ബോധമില്ല. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞു. അവൻ അവളോട് പറയും, ഞാനിപ്പോൾ ഒരു ആൻറ്റിഡോട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ തന്നെ കിടക്കൂ. പേടിക്കണ്ട, ആളുകൾ അത്ര എളുപ്പത്തിൽ മരിക്കില്ലെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. നിൻ്റെ പേരെന്താണ്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞതിന് ശേഷം അവനൊരു തുണി അവളുടെ മുഖത്ത് വെച്ച് കൊടുക്കുന്നു. വിഷമിക്കേണ്ട, റെസ്റ്റ് എടുക്ക്. ആൻറ്റിഡോട്ട് തയ്യാറായ ഉടൻ നിന്നെ ഞാൻ ഉണർത്താം. ശരി, ആദ്യം എൻ്റെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യട്ടെ. അത് പറഞ്ഞ ശേഷം അവൻ താഴെ ഒരു സർക്കിൾ വരച്ച് ആ കമ്പ് ഉപയോഗിച്ച് അതിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഗെയിമിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹീറോയിക് ലെജൻഡ്സ് ഓഫ് ഹർഹാൻ ഒരു ഹീറോയിനെ കുറിച്ചുള്ള കഥയാണ്. അക്കാഡമിയിൽ ഉയർന്നു വരുന്ന വിവിധ സംഭവങ്ങൾ പരിഹരിക്കുന്നതിലൂടെ മെയിൻ പ്ലെയർ ക്രമേണ ലോകത്തെ രക്ഷിക്കുന്ന ഒരു നായകനായി മാറുന്നു. ഒരു ഹീറോ ആകുന്നതിൻ്റെ ഒരു കണ്ടീഷൻ വിവിധ വില്ലന്മാരെ തോൽപ്പിക്കുക, അവസാനം ഫൈനൽ ബോസ്.
സിഹുവിനെ പോലുള്ളൊരു മോൺസ്റ്റർ പോലും സ്റ്റോറിയുടെ ഒപ്പം നന്നായി പോയതിൻ്റെ കാരണം മെയിൻ പ്ലെയർ ഫൈനൽ ബോസിനെ തോൽപ്പിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ നശിപ്പിക്കപ്പെടും. പക്ഷേ ആ മെയിൻ പ്ലെയർ മരിച്ചു. അപ്പോൾ ഇനി ആ റോൾ ആരേറ്റെടുക്കും? ദ കണ്ടിന്യൂഡ് സക്സസർ സബ് പ്ലെയർ ഞാനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ യാതൊരു ആനുകൂല്യങ്ങളുമില്ലാതെ ഞാൻ പുതിയ മെയിൻ പ്ലെയർ ആകുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അത് നമ്മളെ കാണിക്കുന്നു. സിസ്റ്റം ആക്സസ്, ചാറ്റ് വിൻഡോ, കോമ്പിനേഷൻ വിൻഡോ, ഇൻവെൻട്രി ആക്സസ് ഇതൊന്നും അവനില്ല. ഇപ്പോൾ സബ് പ്ലെയർ ഞാനാണെങ്കിലും പ്ലെയറിൻ്റെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയും എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ. സ്റ്റാറ്റ്സ് വിൻഡോകൾ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയപ്പോൾ എനിക്ക് വളരെ ആവേശമായി. പക്ഷേ ഒന്നും മാറിയിട്ടില്ല. എൻ്റെ പാസ്റ്റിനെ കുറിച്ചുള്ള മെമ്മറീസോ ആ ഫ്യൂച്ചർ ബാക്കപ്പിനെയോ എനിക്ക് ആശ്രയിക്കാൻ കഴിയില്ല. സിസ്റ്റത്തിന് പുറത്തുള്ള ഫീച്ചേഴ്സ് എനിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ എന്നെ തന്നെ ലിമിറ്റിലേക്ക് തള്ളിവിട്ടു. ഞാനിപ്പോൾ ഭൂമിയിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനോ അസാധാരണമായ ഒരു മനുഷ്യനോ അല്ല. അതേ സമയം തന്നെ അവൻ്റെ കയ്യിലെ വിരലുകൾ ഉപയോഗിച്ച് അവൻ നിലത്തെന്തോ വരച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൻ വരച്ച ഭാഗത്ത് ഫുള്ളും ഫ്ലെയിംസ് വന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ ഒരുപാട് ഫ്ലെയിംസ് നിറഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അത് വർക്കായി. സർവേ ചെയ്യാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ആർക്കേനിൽ പൂർണ്ണ പരാജയം. പാസ്റ്റിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ഒരേയൊരു തരം മാജിക് റൂൺസ് ആയിരുന്നു. മാന്ത്രിക ശക്തി അടങ്ങിയ പുരാതന അക്ഷരങ്ങളായിരുന്നു റൂൺസ്. ഡ്യൂട്ടി, റെസ്ട്രെയിൻറ്റ്, ഹോത്ത് ഈ 3 എണ്ണം ട്രൂത്തിൻ്റെ റൂൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ റൂണുകളുടെ ശക്തി ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിലൊന്നായിരുന്നു. അത് അസാധാരണമായ ഒരു ശക്തിയുടെ ഉറവിടവും നാശത്തിലേക്കുള്ളൊരു കവാടവുമായിരുന്നു. എൻ്റെ ശരീരത്ത് 3 റൂൺസും വെക്കണം. ആദ്യത്തേത് ഡ്യൂട്ടി. ഞങ്ങൾ സ്വയം നൽകിയ ഒരു വാഗ്ദാനം ഉയർത്തിപ്പിടിച്ചപ്പോൾ ഈ റൂൺ കാസ്റ്ററിന് അധികാരം നൽകി. ചിക്കൻ കഴിക്കരുത് പോലുള്ള ലളിതമായ ഡ്യൂട്ടി സ്ഥിരമായി ചെയ്യാൻ പറ്റുമെങ്കിലും സൂക്ഷിക്കാൻ എളുപ്പമായതിനാൽ അവർ ഏതെങ്കിലും സ്റ്റാറ്റ്സ് വളരെ അപൂർവമായി മാത്രമേ ഉയർത്തൂ. അത്യാവശ്യം എനിക്ക് ഭാരമുള്ള എന്തെങ്കിലും വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. പക്ഷെ അതേസമയം എനിക്ക് റിപ്പീറ്റായി ആവർത്തിക്കാൻ കഴിയുന്ന ഒന്ന്. നല്ലവരുടെ ദൗർഭാഗ്യത്തിന്മേൽ ഞാൻ കണ്ണടക്കില്ല. പെട്ടെന്ന് അവിടെ നോട്ടിഫിക്കേഷൻ വന്നു. ഡ്യൂട്ടി. നല്ല ആളുകളുടെ നിർഭാഗ്യത്തിന് നേരെ ഞാൻ കണ്ണടക്കില്ല. ഓരോ കോസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് ലെവൽ കൂടും. ഡ്യൂട്ടി പാലിക്കുന്നത് പരാജയപ്പെട്ടാൽ 10 പോയിൻ്റ് പെനാൽറ്റി ലഭിക്കും. രണ്ടാമത്തേത് അവനവൻ്റെ വിരൽ കടിക്കും. റിസ്ട്രെയിൻറ്റ്. ഞാൻ ആത്മാക്കളെ കാണുന്നില്ല. ഈ ലോകത്ത് എല്ലാവർക്കും തേർഡ് ഐ ഉണ്ട്. ഗോസ്റ്റുകളോ നാച്ചുറൽ സ്പിരിറ്റുകൾ പോലുള്ള ശരീരമില്ലാത്ത സ്പിരിച്വൽ ബീയിങ്സ് എല്ലായിടത്തുമുണ്ട്. പരസ്പര ധാരണ കൈവരിക്കുമ്പോൾ മാത്രമേ സ്പിരിച്വൽ ബീയിങ്സിന് ഇടപെടാൻ കഴിയൂ എന്നതിനാൽ അബോധമില്ലാത്തവർക്കും മൂന്നാം കണ്ണില്ലാത്തവർക്കും എതിരെ അവർക്ക് ഒരു ശക്തിയും ഉപയോഗിക്കാൻ കഴിയില്ല. റെസ്ട്രെയിൻറ്റ് ലംഘിക്കുന്നവർക്ക് എല്ലാ എതിരാളികളിൽ നിന്നും 600% അധിക നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. റിസ്ട്രെയിൻറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പിരിച്വൽ ബീയിങ്സിൻ്റെ കാര്യത്തിൽ കൃത്യനിരക്ക് 0%. ഫിസിക്കൽ ബീയിങ്സിൻ്റെ കാര്യത്തിൽ കൃത്യനിരക്ക് 50%. സ്പിരിച്വൽ ബീയിങ്സുമായി ഇടപെടുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ പെനാൽറ്റി. ഇപ്പോൾ ലോകത്തിലെ എല്ലാ സ്പിരിറ്റിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന ഒരു ഷീൽഡാണത്. ഫൈനലി മൂന്നാമത്തത് ഹൗത്ത്. ഈ റൂണിനൊപ്പം ഹോത്തിൻ്റെ ഭാരം ഒരു ബാക്കപ്പ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നു. കാസ്റ്റർ വലിയൊരു റിസ്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. അതുകൊണ്ടാണ് സിഹു ആണോ അതോ ഞാനോ? ഈ റൂൺ ഞാൻ പാസ്റ്റിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഗെയിമിലെ വ്യവസ്ഥയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം ഉപയോഗിച്ച സിഹു പോലും അവസാന പോരാട്ടം വിജയിക്കുന്നതിൽ പരാജയപ്പെട്ടു. എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പോലുമില്ല. എല്ലാത്തിനും വെച്ച് ഏറ്റവും ഗൗരവമേറിയ ഓഫ്ത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ഈ ലോകത്തെ രക്ഷിക്കും. ഒരു യഥാർത്ഥ വാരിയർ കൈവരിക്കാൻ ആഗ്രഹിക്കേണ്ട ഒരു മഹത്തായ ലക്ഷ്യം. ഔത്ത് പിന്തുടരുന്ന ഭീമാകാരമായ ഒരു അഭിലാഷം. റൂൺ എൻഗ്രേവിംഗ് പൂർത്തിയായി. ഇപ്പോൾ അവൻ്റെ ഹാർട്ടിൽ 3 ചെയിൻസ് ഉണ്ട്. ഡ്യൂട്ടി, റെസ്ട്രെയിൻറ്റ്, ഹോത്ത്. റൂൺസ് ഓഫ് ട്രൂത്ത് ഇപ്പോൾ സബ് പ്ലെയറിൽ പ്രയോഗിക്കും. ഹൗത്ത് പാലിക്കുന്നതിൽ പരാജയം. ഇതിൻ്റെ റിസൾട്ട് സബ് പ്ലെയറിൻ്റെ മരണം.